കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട നടന്നു. ദോഹയിൽ നിന്ന് കൊണ്ടുവന്ന 4 കോടി രൂപ വില വരുന്ന മെത്താക്കുലനാണ് പിടികൂടിയത്. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ടോഗോ സ്വദേശിയായ യുവതിയാണ് ഇപ്പോൾ പിടിയിലായത്. ലാൽകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ലാൽകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ കേസ് ഇത്രയധികം ലഹരിക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ അടക്കമുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോഴും വിദേശത്ത് നിന്ന് ഈ രാജ്യത്തേക്ക് ലഹരിയുടെ ഒഴുക്ക് ഇപ്പോഴും അനുദിനം വർദ്ധിച്ചു വരികയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്തിൽ നടന്ന സംഭവം സൂചിപ്പിക്കുന്നത്. ഈ ടോഗോ സ്വദേശിയായിട്ടുള്ള യുവതിയാണ്, 44 വയസ്സുണ്ട്. ഔര അഗൗരോ ലേറ്റ എന്നാണ് ഇവരുടെ പേര്. ഇവരുടെ കയ്യിൽ നിന്ന്, അതായത് ബാഗേജിൽ ഒളിപ്പിച്ച നിലയിൽ, അതായത് 4ാം തവണ നടത്തിയ സ്കാനിങ്ങിലാണ് ഇത് കണ്ടെത്തിയത്. പ്രത്യേക അറകൾ ഉണ്ടാക്കി ആ അറകൾക്കുള്ളിലാണ് ഈ ലഹരി വസ്തു സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇതൊരു അസംസ്കൃത വസ്തുവായിട്ടാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മെറ്റാഫെറ്റമിൻ തന്നെയാണ് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട വസ്തു എന്നുള്ളത് തന്നെയാണ് കസ്റ്റംസ് വിഭാഗം അറിയാൻ കഴിയുന്നത്. ഇവർ ദോഹയിൽ നിന്ന് കൊച്ചിയിലെത്തി. കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് പറക്കുന്നതിന് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇടത്തെത്തി. അവിടെ പരിശോധന നടത്തുന്നതിനിടയിൽ, ചെക്കിങ് ചെയ്യുന്നതിനിടയിലാണ് സംശയം തോന്നിയതും സിയാലിന്റെ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്കാണ്. അവർ ഉടൻ തന്നെ കസ്റ്റംസിന് വിവരം അറിയിച്ചു. അങ്ങനെ കസ്റ്റംസും സുരക്ഷാ ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ 4ാം തവണത്തെ സ്കാനിങ്ങിലാണ് ഈ ലഹരി വസ്തു കണ്ടെത്തിയത്. ഇവർ ഫ്രഞ്ച് ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു യുവതിയാണ്. അവർക്ക് മറ്റു ഭാഷകളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല എന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഷാ വിദഗ്ധനെ അവിടെ എത്തിച്ച് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൊച്ചിയിൽ എത്തിയ ശേഷം ഡൽഹിക്ക് പോകുന്നു. അപ്പോൾ ഡൽഹിയിൽ ഇത് വിൽപ്പന നടത്തുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം എന്നുള്ളതാണ്. ഇവരൊരു കാരിയറാണ്, അന്താരാഷ്ട്ര കണ്ണിയിൽപ്പെട്ട ഒരു കാരിയർ മാത്രമാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. പക്ഷെ അത് പൂർണ്ണമായും അറിയണമെങ്കിൽ ഇവരിൽ നിന്ന് കൂടുതൽ മൊഴിയെടുക്കേണ്ടതുണ്ട്. ഈ ഫ്രഞ്ച് ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു യുവതി ആയതുകൊണ്ട് ആ ഭാഷ സംസാരിക്കുന്ന ഒരാളെ എത്തിച്ചുകൊണ്ട് കൂടുതൽ മൊഴിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് കോടതിയിൽ ഹാജരാക്കണം. നിലവിൽ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് തയ്യാറെടുക്കുകയാണ് നിലവിൽ കൊച്ചിയിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.